ത്രില്ലർ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ത്രില്ലർ മൂവി ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം. ഫോർഗോട്ടൺ എന്ന കൊറിയൻ മൂവിയാണ്. ഫിലിം തുടങ്ങുമ്പോഴേക്കും മൊത്തം ഇരുട്ടാണ്. ആരൊക്കെയോ ചേർന്ന് ഒരാളെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന ഒച്ചയാണ് നമ്മൾ കേൾക്കുന്നത്. നിനക്കൊന്നും ഓർമ്മയില്ലേ? ഒരാളെ കെട്ടിയിട്ടിട്ടുണ്ട്, കുറേ പേരിങ്ങനെ ചോദ്യം ചെയ്യുകയാണ്. കെട്ടിയിട്ടേക്കുന്ന ആൾ പറയും, ഇല്ല സത്യമായിട്ടും എനിക്കൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അപ്പം ചോദ്യം ചെയ്യുന്നവർ അവനെ കൊന്നു കളഞ്ഞേക്കുന്നിങ്ങനെ ബോസ് പറയുമ്പോഴേക്കും ഈ കെട്ടിയിട്ടിരിക്കുന്ന അവൻ ഇങ്ങനെ ഞെട്ടി കണ്ണ് തുറന്ന് ചുറ്റും നോക്കും. അപ്പോൾ അവൻ ഉറക്കത്തിലായിരുന്നു, സ്വപ്നം കണ്ടതാണ്. അവനൊരു കാറിലിങ്ങനെ യാത്ര ചെയ്യുവാണ്. അപ്പോൾ അവൻ്റെ അടുത്തിരിക്കുന്ന സ്ത്രീ അവനോട് ചോദിക്കും, ജിൻസ്യൂക്ക് നീ ആകെ വേർത്തല്ലോ, എന്തു പറ്റി? അവൻ നോക്കുമ്പം അമ്മയാണ് അടുത്തിരിക്കുന്നത്. ഫ്രണ്ട് കാറിൽ അച്ഛൻ ഡ്രൈവ് ചെയ്യുവാണ്, ചേട്ടനും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവനിങ്ങനെ അമ്മയെന്ന് ഇങ്ങനെ വിളിക്കും. അപ്പോൾ ഉടനെ അച്ഛൻ തിരിഞ്ഞ് നോക്കിയിട്ട് ചോദിക്കും, ജിൻസ്യൂക്ക് നീ എന്താ സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ എന്നിങ്ങനെ പറയും. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ കിടന്നുറങ്ങാൻ, പറയുന്നതൊന്നും കേൾക്കല്ലേ കേട്ടോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ജിൻസ്യൂക്ക് അച്ഛ എന്നിങ്ങനെ വിളിക്കും. ഉടനെ അവൻ്റെ സഹോദരൻ പറയും, രാവിലെ പോവേണ്ടതാ, ഉറങ്ങാൻ ഞാനും പറഞ്ഞതല്ലേ നിന്നോട് എന്നിങ്ങനെ ചോദിക്കും. അപ്പം ജിൻസ്യൂക്ക് ഇങ്ങനെ ഞെട്ടലോടെ യൂസ്യൂക്ക് എന്നിങ്ങനെ വിളിക്കും. ഉടനെ യൂസ്യൂക്ക് പറയും, അച്ഛാ പുതിയ വീട്ടിലേക്ക് മാറുന്നതിൻ്റെ ആവശ്യത്തിലാവെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയും. അപ്പം ജിൻസ്യൂക്കിനൊന്നും മനസ്സിലാകുന്നില്ല. അവനിങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അവനിപ്പോൾ കണ്ടത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നൊന്നും അവന് മനസ്സിലാവുന്നില്ല. ഏതായാലും ഇപ്പം അവൻ കാറിൽ അച്ഛൻ്റെയും അമ്മയുടെയും ചേട്ടൻ്റെയും കൂടെ അവരുടെ പുതിയ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരത്തെ ഡ്രൈവിനൊക്കെ ശേഷം അവർ പുതിയ വീട്ടിലേക്ക് വന്നു ചേരുവാണ്. അവർ ചെല്ലുമ്പോഴേക്കും അവരുടെ വീട്ടു സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ജിൻസ്യൂക്ക് കാറിൽ നിന്നിറങ്ങിയിട്ട് ആ വീട്ടിലേക്ക് നോക്കുമ്പോൾ മുമ്പ് എപ്പോഴും ആ വീട് കണ്ട ഒരു പരിചയം അവനിങ്ങനെ തോന്നുന്നുണ്ട്. എവിടെയാണ് കണ്ടതെന്നോ എന്താണെന്നോ അവന് ഓർമ്മ വരുന്നില്ല, പക്ഷേ മുൻപ് കണ്ട ഒരു പരിചയം അവന് തോന്നുന്നുണ്ട്. അപ്പോൾ യൂസ്യൂക്ക് അവനോട് ചോദിക്കും, നിനക്ക് ഇഷ്ടമായോ വീട്? നീ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ ഒരു വീടല്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പം ജിൻസ്യൂക്ക് ചിരിച്ചുകൊണ്ട് യൂസ്യൂക്കിനെ ഒന്ന് നോക്കും. എന്നിട്ട് അവനിങ്ങനെ ചേട്ടനെ പറ്റി ഇങ്ങനെ ആലോചിക്കുകയാണ്. യൂസ്യൂക്ക് ഒരു സകലകലാ വല്ലഭനാണ്. പഠനത്തിലും കലാപരമായ കാര്യങ്ങളിലും സ്പോർട്സ് കാര്യങ്ങളിലും എല്ലാത്തിലും കഴിവ് തെളിയിച്ചവനാണ്. അപ്പോൾ എല്ലാവർക്കും അവനെ ഭയങ്കര ഇഷ്ടമാണ്. ജിൻസ്യൂക്കിന് അവനെ വളരെയധികം ഇഷ്ടമാണ്, ബഹുമാനവുമുണ്ട്. അപ്പം ജിൻസ്യൂക്ക് ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും അമ്മ യൂസ്യൂക്കിനെ വിളിച്ചുകൊണ്ട് ഒരു ബാഗ് കൊടുക്കും. അപ്പോൾ അവൻ അതും കൊണ്ട് ഇങ്ങനെ അകത്തേക്ക് നടക്കുകയാണ്. അപ്പോഴാണ് അവൻ്റെ ഇടതുകാലിന് ഒരു മുടന്തുണ്ട്. ഒരു വർഷത്തിന് മുൻപ് നടന്ന ഒരു അപകടത്തിൽ സംഭവിച്ചതാണ്. എന്നാലും ജിൻസ്യൂക്കിനും ഭാമിനിക്കും ഒക്കെ യൂസ്യൂക്ക് ഇപ്പോഴും ഹീറോ ആണ്. എല്ലാവരും വീട്ടിലേക്ക് പോകും. സാധനങ്ങളെല്ലാം ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കുകയാണ് എല്ലാവരും. ജിൻസ്യൂക്ക് മുകളിലത്തെ മുറിയിലേക്ക് പോകുമ്പോഴേക്കും അവിടെ ഒരു മുറി അടഞ്ഞു കിടക്കുന്നത് കാണും. അപ്പോൾ അടുത്ത മുറിയിൽ യൂസ്യൂക്ക് സാധനങ്ങളൊക്കെ വെക്കുന്നുമുണ്ട്. ജിൻസ്യൂക്ക് അവൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, അല്ല ഇതെന്താ, നമ്മൾ രണ്ടും ഒരു മുറിയാണോ ഉപയോഗിക്കുന്നത്? 2 മുറി കിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കും. ഉടനെ യൂസ്യൂക്ക് പറയും, ഇല്ല, ഈ വീടിൻ്റെ മുൻപത്തെ ഓണർ അയാളുടെ കുറച്ച് സാധനങ്ങൾ ആ മുറിയിൽ വെച്ചിട്ടുണ്ട്, അത് പുള്ളി പൂട്ടിയേക്കാണ്, അത് മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നിനക്ക് ഉപയോഗിക്കാം, എൻ്റെ കൂടെ ഒരു മുറി ഉപയോഗിക്കാൻ നിനക്ക് ഇഷ്ടമല്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പം ജിൻസ്യൂക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയും, അയ്യോ അതല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയും. അപ്പോഴേക്കും താഴേന്ന് അമ്മയുടെ വിളി വരും, യൂസ്യൂക്ക് ഒന്ന് നീ താഴെ വരെ വന്നേന്നിങ്ങനെ പറയും. അപ്പോൾ അവൻ ജിൻസ്യൂക്കിനോട് നീല അടുക്കി വെക്കുകയെന്ന് പറഞ്ഞിട്ട് തലയിലൊരു ചെറിയ തട്ടും കൊടുത്തിട്ട് താഴേക്ക് പോകും. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ചേട്ടാ എൻ്റെ തലയിൽ അടിക്കരുതെന്നിങ്ങനെ ജിൻസ്യൂക്ക് ഇങ്ങനെ പറയും. യൂസ്യൂക്ക് താഴേക്ക് പോയി കഴിയുമ്പോഴേക്കും സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന ഒരാൾ ജിൻസ്യൂക്കിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, ഇപ്പോൾ താഴേക്ക് പോയത് ആരാ? മോൻ്റെ സഹോദരനാണോ? മോൻ്റെ ചേട്ടനാണോ? അത് മോനേക്കാൾ മൂത്തതാണോ എന്നിങ്ങനെ ചോദിക്കും. അപ്പം ജിൻസ്യൂക്ക് പറയും, അതെ, ഞങ്ങളെ കണ്ടാൽ തോന്നില്ലല്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ അയാൾ ചോദിക്കും, ചേട്ടന് എത്ര വയസ്സുണ്ടെന്ന്. അപ്പോഴേക്കും പെട്ടെന്ന് യൂസ്യൂക്ക് അവിടേക്ക് വന്നിട്ട് അയാളോട് പറയും, നിങ്ങൾ താഴേക്ക് പോയിക്കൊള്ളാൻ പറയും. അയാൾ താഴോട്ടങ്ങ് പോകും. എല്ലാം കഴിഞ്ഞ് വൈകിട്ട് അവർ 4 പേരും ആഹാരമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ ജിൻസ്യൂക്കിനോട് ഇങ്ങനെ ചോദിക്കും, നിനക്ക് വീട് ഇഷ്ടമായോ എന്ന്. അവൻ ഇഷ്ടമായെന്നിങ്ങനെ പറയുമ്പോഴേക്കും യൂസ്യൂക്ക് പറയും, എൻ്റെ കൂടെ ഒരു മുറി കിടക്കുന്നത് ഒഴിച്ച് ബാക്കിയൊക്കെ അവൻ ഇഷ്ടമായി എന്നിങ്ങനെ പറയും. അപ്പോൾ അച്ഛൻ പറയും, കുറച്ച് ദിവസത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, ആ ഓണർ മുറിയിലുള്ള സാധനമൊക്കെ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആരും അവിടേക്ക് പോകരുതെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അതുകൊണ്ട് ആരും അവിടേക്കൊന്നും പോയേക്കരുതെന്നിങ്ങനെ പറയും. അപ്പം അമ്മ ജിൻസ്യൂക്കിനോട് നീ മരുന്നൊക്കെ കൃത്യമായി കഴിക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കും. അവനുണ്ടെന്ന് പറയുമ്പോഴേക്കും മുകളിലത്തെ ആ അടഞ്ഞ മുറിയിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കും. നിങ്ങളെല്ലാവരും കേട്ടില്ലേ ഒരു സൗണ്ട് എന്നിങ്ങനെ ജിൻസ്യൂക്ക് ചോദിക്കുമ്പോഴേക്കും അമ്മ പറയും, അത് പുറത്ത് മഴ ഇടിമിന്നലും ഒക്കെ ഉണ്ട്, അതിൻ്റെ സൗണ്ട് ആയിരിക്കും എന്നിങ്ങനെ പറയും. അപ്പോഴേക്കും വലിയൊരു മിന്നൽ പുറത്തുണ്ട്. അപ്പോൾ യൂസ്യൂക്ക് പറയും, നാളെ മഴയുണ്ടെന്ന് ന്യൂസ് വന്നായിരുന്നു എന്നിങ്ങനെ പറയും.
അപ്പോൾ അമ്മ പറയും, ഏതായാലും നമ്മൾ വീടൊക്കെ മാറിക്കഴിഞ്ഞായത് നന്നായി, അല്ലെങ്കിൽ പെട്ടുപോയെന്നിങ്ങനെ പറയും. ജിൻസിയൊക്കെ ഇങ്ങനെ സംശയത്തോടെ മുകളിലത്തെ മുറിയിലേക്ക് കാതോർക്കുന്നുണ്ട്. അപ്പം ആഹാരം എല്ലാം കഴിഞ്ഞ് ജിൻസിയൊക്കെ കുറച്ച് നേരം പഠിക്കാനായിട്ടൊക്കെ ഇരിക്കും. പഠിച്ചെല്ലാം കഴിഞ്ഞ് കിടക്കാനായിട്ട് ഒരുങ്ങുമ്പോഴേക്കും യൂസിയൊക്കെ പറയും, നീ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ഇത്തവണ നീ പരീക്ഷ പാസ്സായിരിക്കും എന്നിങ്ങനെ പറയും. ഈ വീട്ടിൽ വന്നപ്പോൾ നല്ലൊരു ഉന്മേഷമൊക്കെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞ് യൂസിയൊക്കെ കിടക്കും. ജിൻസിയൊക്കെ ഇങ്ങനെ പാട്ട് കേട്ടിരിക്കുവാണ്. പെട്ടെന്ന് അവൻ അടച്ചിട്ട മുറിയിൽ നിന്നൊരു സൗണ്ട് കേൾക്കും. അവനത് നോക്കാനായിട്ട് ഇരുട്ടിലൂടെ ആ മുറിയുടെ അടുത്തേക്ക് ഇങ്ങനെ പതിയെ ചെല്ലുവാണ്. പതിയെ വാതിൽ തുറക്കാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുമ്പോഴേക്കും അച്ഛൻ പറഞ്ഞു ഓർക്കും ആരും ആ മുറിയിലേക്ക് പോകരുതെന്ന് ഉള്ള കാര്യം. എന്നിട്ടും അവൻ ചെറിയൊരു ഭയത്തോടെ എന്തായാലും തുറന്ന് നോക്കിയേക്കാന്ന് കരുതി വാതിൽ തുറക്കാനായിട്ട് നോക്കുമ്പോഴേക്കും പെട്ടെന്നൊരു കൈ വന്ന് അവൻ്റെ തോളിൽ പിടിക്കും. ജിൻസിയൊക്കെ ഞെട്ടി തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും ചേട്ടനാണ്. നീ ഇവിടെ എന്ത് ചെയ്യുവാന്നിങ്ങനെ യൂസിയൊക്കെ ചോദിക്കും. അപ്പോൾ അവൻ പറയും, അല്ല ചേട്ടാ, ഞാൻ ഈ മുറിയിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടു, അതെന്താ നോക്കാൻ വേണ്ടിയിട്ട് പോവായിരുന്നു എന്ന് പറയും. പിന്നെ യൂസിയൊക്കെ പതിയെ ഡോറിലേക്ക് ഇങ്ങനെ കാതോർത്ത് വയ്ക്കും. എന്നിട്ട് പറയും, ഞാനൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറയും. ഒന്നും കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ജിൻസിയും കാതോർക്കും. അപ്പം സൗണ്ടൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ അവൻ പറയും, സത്യമായിട്ട് ഞാൻ കേട്ടതാ ചേട്ടാ എന്നിങ്ങനെ പറയും. യൂസിയൊക്കെ പറയും, അത് വിട്, വാ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയും. മഴയല്ലേന്ന് ജിൻസിയൊക്കെ ചോദിക്കുമ്പോഴേക്കും അവൻ പറയും, അതിനെന്താടാ കുടയില്ലേ, അതെടുത്താൽ പോരെ എന്നിങ്ങനെ പറയും. അങ്ങനെ രണ്ടുപേരും കൂടി പുറത്ത് വന്ന് അവിടെ നിന്ന് മഴയൊക്കെ ഇങ്ങനെ കാണുകയാണ്. പെട്ടെന്ന് യൂസിയുക്കിന് അച്ഛൻ്റെ കോൾ വരും. ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് ജിൻസിയുക്കിനോട് പറയും, അച്ഛൻ എന്നോടൊരു ഡോക്യുമെൻ്റ് ചോദിച്ചായിരുന്നു, ഞാനതൊന്ന് എടുത്ത് കൊടുത്തിട്ട് വരാം, നീ ഇവിടെ വെയിറ്റ് ചെയ്യുമെന്നിങ്ങനെ പറയും. അപ്പം ജിൻ പറയും, ഞാനും നിൻ്റെ കൂടെ വരാമെന്ന് പറയും. അപ്പോൾ യു പറയും, വേണ്ടടാ, ഒരു 10 മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയും. എന്നിട്ട് യൂസിയുക്ക് തട്ടിലേക്ക് പോവാണ്. അപ്പം ജിന്ന് അവിടെ നിന്ന് പാട്ടൊക്കെ കേട്ട് മഴ ആസ്വദിച്ചിങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനും ഓർത്തു തിരികെ പോയേക്കാന്ന് കരുതിയിട്ട് അവനും തിരികെ നടന്ന് വരുമ്പോഴത്തേക്കാണ് അവൻ നോക്കുമ്പോൾ കുറേ ആൾക്കാർ കൂടിയിട്ട് യൂസിയോക്കിനെ പിടിച്ചിട്ട് ഒരു കാറിൽ കൊണ്ടുപോകുന്നത് കാണും. അപ്പം അവൻ കാറിന് പുറകെ ഓടുന്നുണ്ട്. കാറിൻ്റെ നമ്പർ അവൻ നോക്കി വയ്ക്കും. എന്നിട്ട് വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് അച്ഛനോടും അമ്മയോടും പറയും, അവനെ തട്ടിക്കൊണ്ട് പോയി എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ ബോധം കെട്ട് അങ്ങ് വീഴും. പിന്നെ കാണിക്കുന്നത് അവനെ കൊല്ലുന്നിങ്ങനെ സൗണ്ട് കേട്ട് ഞെട്ടി എണീക്കുന്ന ജിൻസിക്കിനെയാണ്. അപ്പോൾ അച്ഛനും അമ്മയും അവൻ്റെ അടുത്തിരിപ്പുണ്ട്. അപ്പോൾ യൂസിക്കിനെ പറ്റിയിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് അവൻ ചോദിക്കുമ്പോഴേക്കും അച്ഛൻ പറയും, ഇല്ല, ഇപ്പോൾ പോലീസ് വരും, അവർക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയും. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് പോലീസ് ഓഫീസേഴ്സ് അവിടെ വരും. ജിൻസിയൊക്കെ ഇങ്ങനെ നടന്നതൊക്കെ പറയുകയാണ്. അപ്പം പോലീസ് ചോദിക്കും, നീ അവരുടെ മുഖം കണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അപ്പം ജിൻ പറയും, മുഖം കണ്ടില്ല, നല്ല മഴയായിരുന്നു, ഇരുട്ടത്ത് ശരിക്കും കാണാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ അവരുടെ വാൻ്റെ നമ്പർ പ്ലേറ്റ് ഓർക്കുന്നുണ്ട്, ആ നമ്പർ ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പം ഡിറ്റക്റ്റീവ് പറയും, അങ്ങനെ ഒരു നമ്പറേ ഇല്ല എന്നിങ്ങനെ പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ജിൻസിയൊക്കെ ദേഷ്യം വരും. ഞാൻ കള്ളം പറഞ്ഞതല്ല, ഞാൻ വ്യക്തമായി കണ്ടതാണ് ഞാൻ പറഞ്ഞതെന്നിങ്ങനെ പറയും. അപ്പോൾ അച്ഛൻ പോലീസുകാരോട് പറയും, തൽക്കാലത്തേക്ക് ഇന്ന് ഇത്രയും മതി, പിന്നെ നമുക്ക് സംസാരിക്കാമെന്ന് പറയും. അപ്പം പോലീസുകാരങ്ങ് പോവും. രാത്രി അമ്മ ജിൻസിയോക്കിന് മരുന്നൊക്കെ കൊടുത്ത് അവനത് കഴിച്ചിട്ട് കിടന്നുറങ്ങും. അവൻ്റെ സ്വപ്നത്തിൽ വീണ്ടും ഇങ്ങനെ ഒരാൾ വരും, കൊല്ലവനെ എന്നിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ജിൻ ഞെട്ടി എണീക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സ്വപ്നം കാണുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവൻ വീണ്ടും ഉറങ്ങാനായിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴേക്കും പെട്ടെന്ന് പൂട്ടിക്കിടന്ന ആ മുറിയിൽ നിന്നൊരു സൗണ്ട് കേൾക്കും. അവൻ എണീറ്റിരുന്നിങ്ങനെ നോക്കുമ്പോഴേക്കും ആ മുറിയുടെ ഡോറ് തുറന്ന് ഒരു രൂപം ഇങ്ങനെ പതിയെ പുറത്തേക്ക് വരുന്ന പോലെയൊക്കെ അവന് തോന്നും. അവൻ പേടിച്ച് പുതപ്പ് തലവഴിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞ് അനക്കൊന്നും കേൾക്കാത്തതുകൊണ്ട് അവൻ പുതപ്പ് മാറ്റി ആശ്വാസത്തോടെ എണീറ്റിരിക്കും. എന്നിട്ട് ചുറ്റും നോക്കുമ്പോഴേക്കും ഒരു രൂപം പെട്ടെന്ന് അലറിക്കൊണ്ട് അവൻ്റെ കഴുത്തിൽ വന്ന് കടിക്കും. അവൻ ഞെട്ടി എണീക്കും. നോക്കുമ്പോൾ രാവിലെ ആയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അവൻ സ്വപ്നം കാണുന്നതാണ്. യൂസിഫിനെ കാണാനായിട്ട് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. 19 ദിവസമായി യൂസിഫിനെ കാണാതായിട്ട്. പെട്ടെന്ന് വാതിലൊരു മുട്ട് കേട്ട് അവൻ നോക്കുമ്പോഴേക്കും വാതിൽ തുറന്ന അമ്മയും അച്ഛനും കൂടെ യൂസിഫും വരികയാണ്. 19 ദിവസങ്ങൾക്ക് ശേഷം അവൻ തിരികെ വന്നേക്കാണ്. പക്ഷേ ഈ 19 ദിവസം എന്താ സംഭവിച്ചതെന്നുള്ളതിനെ പറ്റിയിട്ട് യൂസിഫിന് ഒരു ഓർമ്മ ഉണ്ടായിരുന്നില്ല. ജിൻസിക്ക് ചേട്ടനെ കെട്ടിപ്പിടിക്കും. അച്ഛനും അമ്മയും യൂസിഫിനെ ഒരു ഡോക്ടറിനെ കാണിക്കും. അപ്പം ഡോക്ടർ പറയും, ഇതൊരു അമ്നേഷ്യയാണ്, അവനെ വേദനിപ്പിച്ച ആ ഒരു 19 ദിവസങ്ങൾ അവൻ ബോധപൂർവം മറന്നതാവാം, അവൻ്റെ ഓർമ്മയിലേ ഇല്ല ഇപ്പോൾ, അത് തൽക്കാലം നമുക്ക് കാത്തിരിക്കാനേ വഴിയുള്ളൂ എന്നിങ്ങനെ പറയും. പിന്നെ കാണിക്കുന്നത് രാത്രി ജിൻസിയുക്ക് യുവും കൂടി ഉറങ്ങാനായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ജിൻ ചോദിക്കും, നീ ഉറങ്ങിയോ,
ഞങ്ങളൊക്കെ ശരിക്കും പേടിച്ചു പോയി നിന്നെ കാണാത്തെന്ന് ഇങ്ങനെ പറയും, കാണാതായപ്പോൾ എന്ന് പറയും. ക്ഷമിക്കടാ എന്ന് യു പറയും. നീ എന്തിനാ ക്ഷമ ചോദിക്കുന്നേ? ഞാനാണ് ക്ഷമ ചോദിക്കേണ്ടത്, എനിക്ക് നിന്നെ രക്ഷിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നിങ്ങനെ പറയും. അപ്പോൾ യൂസ്യൂക്ക് പറയും, ഒന്നും ഓർക്കണ്ട, നീ വേഗം കിടന്ന് ഉറങ്ങിക്കോ, സ്വീറ്റ് ഡ്രീംസ് എന്ന് പറഞ്ഞിട്ട് യൂസ്യൂക്ക് ഉറങ്ങാനായിട്ട് കണ്ണടച്ച് കിടക്കും. കുറച്ച് നേരം കഴിയുമ്പം യൂസ്യൂക്ക് പതിയെ എണീറ്റ് പുറത്തേക്ക് പോകും. പക്ഷെ ജിൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിറ്റേന്ന് നേരം വെളുത്ത് ജിൻ എണീക്കുമ്പം യു കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം ജിൻ താഴെ അടുക്കളയിൽ പോയി അവൻ്റെ മരുന്ന് കഴിക്കാനായിട്ട് ഫ്രിഡ്ജ് തുറന്ന് വെള്ളം എടുക്കുകയാണ്. അപ്പോഴാണ് അമ്മ അവിടെ ഒരു കുറിപ്പ് എഴുതി വെച്ചേക്കുന്നത് കാണുന്നത്. ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, രണ്ടുപേരും കഴിച്ചോണം, ഓർഡർ ചെയ്യാനായിട്ടൊന്നും നിൽക്കണ്ടെന്ന് പറയും. അമ്മ പുറത്തെവിടെ പോയേക്കാണ്. അപ്പം ജിൻ ചിരിച്ചുകൊണ്ട് മരുന്ന് കഴിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അത് താഴെ വീഴും. അവനത് എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും യൂസ്യൂക്ക് അവിടേക്ക് വരും. നീ എന്ത് ചെയ്യുവാന്നിങ്ങനെ ചോദിക്കും. വാ, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാമെന്ന് പറയും. അപ്പം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആഹാരമൊക്കെ കഴിക്കുകയാണ്. അപ്പം ജിൻ ചോദിക്കും, ഇന്നലെ രാത്രി ചേട്ടൻ എവിടാ പോയേ എന്നിങ്ങനെ ചോദിക്കും. ഞാനെവിടെയും പോയില്ലല്ലോ. അല്ല, നീ പോകുന്നതും ഞാൻ കേട്ടല്ലോ, ഗേറ്റ് തുറക്കുന്നതും കേട്ടു എന്നിങ്ങനെ പറയും. അപ്പോൾ യു പറയും, നീ സ്വപ്നം കണ്ടതായിരിക്കും, എനിക്ക് പോകാൻ സമയമായി, നീ ഇതൊക്കെ ക്ലീൻ ചെയ്തേക്കുമല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നടന്നങ്ങ് പോവും. അപ്പം ജിൻ നോക്കുമ്പം അത്രയും നാളും അവൻ്റെ മുടന്ത് ഇടതുകാലിലായിരുന്നു, ഇപ്പം അവൻ പക്ഷേ വലതുകാലിൽ മുടന്തിയാണ് നടക്കുന്നത്. അപ്പം ജിൻ ചോദിക്കും, ചേട്ടാ നിൻ്റെ കാലിന് എന്ത് പറ്റി? നിൻ്റെ കാലിൻ്റെ മുടന്ത് വലതുകാലിലേക്ക് മാറിയോ എന്നിങ്ങനെ ചോദിക്കും. ഉടനെ യു പറയും, ചുമ്മാ തമാശ കളിക്കില്ലേ നീ, എനിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞ് വീണ്ടും ഇടതുകാലം മുടന്തി തന്നെ നടന്നു പോകും. അപ്പം ജിന്നൊന്നും മനസ്സിലാവില്ല, അവൻ്റെ ബിംഭ്രാന്തിയാണോ എന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ല. അവൻ പഠിക്കാനായിട്ട് മുറിയിലേക്ക് കയറും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അച്ഛനും അമ്മയൊക്കെ വരും. ഡിന്നർ കഴിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും യൂസ്യൂക്കും വരും. അപ്പോൾ അവരെല്ലാവരും ഡിന്നറൊക്കെ കഴിഞ്ഞ് ജിന്ന് വീണ്ടും മുറിയിൽ ഇരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അവൻ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോവും. അപ്പോഴാണ് യൂസ്യൂക്ക് കുളി കഴിഞ്ഞ് മുറിയിലേക്ക് വരുന്നത്. അവൻ ജിൻ്റെ മുഖത്തേക്ക് വെള്ളം ഇങ്ങനെ തളിക്കുമ്പോഴേക്കും ജിൻ എണീക്കും. എടാ, ഉറക്കം വരുന്നുണ്ടെങ്കിൽ നീ പോയി കിടന്ന് ഉറങ്ങടാന്നിങ്ങനെ യു പറയും. അപ്പം ജിൻ പറയും, ഞാൻ ഉറങ്ങിയതല്ല ചേട്ടാ, ഞാൻ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എന്നിങ്ങനെ പറയും. അപ്പോൾ യു ചിരിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ട് കിടക്കും. കുറച്ച് സമയം കഴിഞ്ഞ് ജിൻ പഠിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് തന്നെ കിടന്ന് വീണ്ടും ഉറങ്ങിപ്പോവും. അപ്പം യൂസ്യൂക്ക് പതിയെ എണീറ്റ് അവൻ്റെ അടുത്ത് വന്ന് അവനെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുവാണ്. എന്നിട്ട് അവിടെ ഇരുന്ന ഒരു മെക്കാനിക്കൽ പെൻസിലിൽ അതിങ്ങനെ ഞെക്കി അതിൻ്റെ മോന ജിന്നോടുള്ള ദേഷ്യത്തിൽ ജിന്നിൻ്റെ കണ്ണിന് നേർക്കിങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഞെക്കിക്കഴിയുമ്പോഴേക്കും അതിൻ്റെ മോന ഒടിഞ്ഞ് താഴെ വീഴും. അപ്പം ആ പേന അവിടെ വെച്ചിട്ട് യൂസ്യൂക്ക് പുറത്തേക്ക് പോകും. ജിൻ പക്ഷേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവൻ അത്രയും നേരം ശ്വാസം അടക്കി പിടിച്ച് പേടിച്ച് കിടക്കുമായിരുന്നു. ജിന്നും യൂസ്യൂക്കിൻ്റെ പുറത്തേക്ക് പോവാണ്. അപ്പോൾ അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നോക്കുമ്പോൾ എന്താ, യൂസ്യൂക്കിനൊരു മുടന്തമില്ല. അവൻ നടന്ന് ഒരു ടാക്സിയിൽ കയറി പോവാണ്. ജിന്നും പെട്ടെന്ന് പുറകെ വന്നൊരു ടാക്സി പിടിച്ച് ആ ടാക്സിക്കാരനോട് പറയും, ചേട്ടാ മുന്നിൽ പോകുന്ന ടാക്സിയെ ഫോളോ ചെയ്യാൻ പറയും. ഒരു സ്ഥലം എത്തിക്കഴിയുമ്പോഴേക്കും യു ഇറങ്ങും. സിഗരറ്റൊക്കെ വലിച്ചാണ് അവൻ നടന്നു പോകുന്നത്. അപ്പം ജിന്നും പുറകെ പോകും. അപ്പം ബോസ് വരുന്നുണ്ടെന്നൊക്കെ ആരോ പറയുന്നത് ജിൻ കേൾക്കുന്നുണ്ട്. ജിൻ നോക്കുമ്പോൾ കാണുന്നത് യുവിൻ്റെ മുന്നിൽ തല കുമ്പിട്ട് നിൽക്കുകയാണ് രണ്ടുപേര്. അപ്പം ആ രണ്ടുപേരോട് യൂസ്യൂക്ക് ദേഷ്യപ്പെടുന്നുണ്ട്. ഒന്നും മര്യാദയ്ക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ജിൻ നോക്കുമ്പം ആരാ ആ രണ്ടുപേര്? യുവിനെ കാണാനില്ലെന്ന് പറഞ്ഞപ്പം അന്വേഷിക്കാൻ വന്ന ആ രണ്ട് ഡിറ്റക്റ്റീവ്സാണ് ഇപ്പം യൂസ്യൂക്കിൻ്റെ മുന്നിൽ തലയും കുമ്പിട്ട് നിൽക്കുന്നത്. ജിന്നൊന്നും മനസ്സിലാവില്ല, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നൊന്നും മനസ്സിലാവില്ല. അവൻ വീണ്ടും യുവിൻ്റെ പുറകെ പോവും. പക്ഷെ അവനെ മിസ്സാവും. അവൻ തിരികെ പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഡിറ്റക്റ്റീവ്മാർ വന്ന് അവനെ തടയും. നീ എന്തിനാ ഇവിടെ വന്നത്? വീണ്ടും കാര്യങ്ങൾ കുഴപ്പത്തിലാക്കാനാണോ? നീ കാരണം ഇപ്പം തന്നെ ഞങ്ങളുടെ ബോസ് പ്രശ്നത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. ജിൻ പറയും, നിങ്ങളെന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവന്മാരെ തള്ളിയിട്ടിട്ട് അവിടെ നിന്ന് ഓടും. അപ്പോൾ അവന്മാർ പുറകെ ഓടുന്നുണ്ട്. ഒരു വിധത്തിൽ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് പുറകിൽ നിന്നൊരാൾ അവനെ പിടിച്ചിട്ട് ക്ലോറോഫോം മണപ്പിച്ച് ബോധം കെടുത്തു. നമ്മൾ നോക്കുമ്പം യൂസ്യൂക്കാണത്. പിന്നെ കാണുന്നത് ജിന്ന് കണ്ണ് തുറന്നു നോക്കുമ്പം അവൻ അവൻ്റെ ടേബിളിൽ തല ചായച്ച് അങ്ങനെ തന്നെ കിടന്നുറങ്ങുകയാണ്. നീ രാത്രി മുഴുവൻ ഉറങ്ങാതെ പഠിക്കുമായിരുന്നു എന്ന ചോദ്യം കേട്ട് അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ യൂസ്യൂക്ക് കട്ടിലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അവനെ കാണുമ്പം ജിൻ വീണ്ടും ഞെട്ടും. എന്താടാ, എന്ത് പറ്റി നിനക്കെന്ന് യൂസ്യൂക്ക് ചോദിക്കും. ഒന്നുമില്ലാന്നും പറഞ്ഞ് ജിൻ ഓടിപ്പോയി ബാത്റൂമിൽ കയറി ഡോറ് ലോക്ക് ചെയ്യും. അപ്പോൾ യു പുറകെ വരും. എന്താ പറ്റിയെന്നിങ്ങനെ ചോദിക്കും. നീ വാതിൽ തുറക്കുക എന്ന് പറയും. അപ്പം ജിൻസിയോക്ക് പറയും, നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട, ഞാൻ എല്ലാം കണ്ടു. ഇന്നലെ ഞാൻ നിൻ്റെ പുറകെ വന്നതാ. ആരാണ് നിൻ്റെ കൂടെ ഉള്ളത്? അവരെ ഡിറ്റക്റ്റീവ്സ് അല്ലായിരുന്നു അല്ലേ എന്നിങ്ങനെ ചോദിക്കും.
അപ്പോൾ യു ചോദിക്കും, നീ വീണ്ടും എന്തെങ്കിലും സ്വപ്നം കണ്ടോ എന്ന്. ഉടനെ ജിൻ പറയും, ഒരു സ്വപ്നവുമല്ല, ഞാൻ ഉറങ്ങി എന്ന് കരുതിയല്ലേ നീ എൻ്റെ അടുത്ത് വന്ന ആ പെൻസിലിൻ്റെ മോന എൻ്റെ കണ്ണിന് നേർക്ക് ഞെക്കിക്കൊണ്ടിരുന്നപ്പോൾ തൊട്ട് ഞാൻ ഉണർന്നതാ. എല്ലാം ഞാൻ കണ്ടു. സത്യം പറ, എൻ്റെ ചേട്ടൻ എവിടെ? നീ എന്താ അവനെ ചെയ്തേ? ആരാ നീ എന്നിങ്ങനെ ചോദിക്കും. പുറത്ത് അനക്കമൊന്നും കേൾക്കാത്തതുകൊണ്ട് ജിൻസ്യൂക്ക് പതിയെ പുറത്തേക്ക് ഇറങ്ങി നോക്കും. പെട്ടെന്ന് യു വന്നിട്ട് അവനെ വട്ടം പിടിക്കും. എന്നിട്ട് പറയും, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ഇന്നലെ ഞാൻ എങ്ങും പോയിട്ടില്ല. ഞാൻ പെൻസിൽ ഒടിച്ചതും പുറത്തു പോയത്, നീ ടാക്സി പിടിച്ച് പുറകെ വന്നത്, അവർ നിന്നെ ഓടിച്ചത് ഒന്നും നടന്നിട്ടില്ല. ഇന്നലെ നീ നിൻ്റെ മരുന്ന് കഴിച്ചായിരുന്നോ? സത്യം പറയാമെന്നിങ്ങനെ പറയും. മരുന്ന് കഴിച്ചില്ലല്ലേ എന്നിങ്ങനെ പറയും. അപ്പോഴാണ് മരുന്ന് താഴെ വീണ കാര്യം ജിൻ ഓർത്തത്. യു അവനെ എണീപ്പിച്ച് മരുന്ന് കൊടുക്കും. അപ്പം ജിൻ അവനോട് ക്ഷമ ചോദിക്കും. അപ്പം യു പറയും, സാരമില്ല, കുറച്ച് കഴിഞ്ഞ് അമ്മ വരും, നീ റെസ്റ്റ് എടുക്കുകയെന്ന് പറഞ്ഞ് അവൻ പോകാനായിട്ട് ഇറങ്ങും. അപ്പം യു ഇങ്ങനെ നടന്നു പോകുന്നത് ജിൻ മുകളിലത്തെ മുറിയിൽ നിന്ന് നോക്കുന്നുണ്ട്. പക്ഷെ മുടന്തി തന്നെയാണ് അവൻ നടന്നു പോകുന്നത്. യുവിന് പെട്ടെന്നൊരു കോൾ വരും. ഞാൻ ഇറങ്ങി, ഇപ്പോൾ വരാം, വെയിറ്റ് ചെയ്യുന്നിങ്ങനെ പറഞ്ഞ് യു നടക്കാൻ തുടങ്ങും. പക്ഷേ ഇപ്പോൾ അവന് മുടന്തില്ല. ഈ സമയം ജിന്ന് വീണ്ടും പഠിക്കാനായിട്ട് ടേബിളിൽ ചെല്ലുമ്പോഴേക്കും അവിടെ ആ പെൻസിലിൻ്റെ മോന കിടക്കുന്നത് അവൻ കാണും. അപ്പോൾ അവന് പേടിയാവും. പെട്ടെന്നാണ് യൂസിയുക്ക് പറഞ്ഞത് അവൻ ഓർമ്മ വരുന്നത്. നീ ടാക്സി പിടിച്ച് പുറകെ വന്നത്, അവർ ഓടിച്ചത് ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞത്. കാരണം ജിൻസ്യൂക്ക് അവനോട് പറഞ്ഞിട്ടില്ല ടാക്സി പിടിച്ച് പുറകെ പോയ കാര്യം. അപ്പോൾ എങ്ങനെയാണ് അവനത് പറഞ്ഞത് എന്നൊക്കെ വന്നപ്പോഴത്തേക്കും ജിന്നിന് നല്ല പേടിയാവും. അപ്പോഴേക്കും അമ്മ വരും. അവൻ അമ്മയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ഈ നടന്ന കാര്യമെല്ലാം പറയും. അപ്പം അമ്മ പറയും, അമ്മ ഇങ്ങനെ പേടിക്കും. അമ്മ പേടിച്ചിട്ട് നമുക്ക് അച്ഛനോട് പറഞ്ഞാലോ എന്നിങ്ങനെ ചോദിക്കും. അപ്പം ജിൻസ്യൂക്ക് പറയും, ഇപ്പം വേണ്ട അമ്മ, ഇന്ന് രാത്രിയും യൂസ്യൂക്ക് പുറത്ത് പോവുകയാണെങ്കിൽ നമുക്ക് അച്ഛനെയും കൂട്ടി അവൻ്റെ പുറകെ പോകാമെന്ന് പറയും. അപ്പം അമ്മ ചോദിക്കും, ശരിക്കും യൂസ്യൂക്ക് ഇത് ചെയ്തോ എന്ന്. അപ്പം ജിൻ പറയും, സത്യമാണമ്മ, അവൻ യൂസ്യൂക്കല്ല, അവൻ വേറെ ആരോ ആണ് എന്നിങ്ങനെ പറയും. പിന്നെ കാണിക്കുന്നത് റൂമിലിരുന്ന് വീണ്ടും എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുറപ്പിച്ച് ജിന്ന് ഒരു വടിയൊക്കെ എടുത്ത് ആ അടഞ്ഞു കിടക്കുന്ന മുറി തുറക്കാനായിട്ട് പോവാണ്. മുറി തുറന്ന് അകത്ത് കയറി അവൻ നോക്കുമ്പോഴേക്കും അവിടെ യൂസ്യൂക്ക് ഒരു കയറിൽ തൂങ്ങി ഇങ്ങനെ കിടക്കുന്നത് കാണും. അപ്പോൾ അവൻ വീണ്ടും ഞെട്ടി എണീക്കും. അവൻ സ്വപ്നം കണ്ടതാണ്, അവൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. കുറച്ച് ആ ഒരു പേടി മാറ്റാനായിട്ട് കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് അവൻ അടുക്കളയിലേക്ക് പോവാണ്. അപ്പോൾ വെള്ളമെല്ലാം കുടിച്ച് തിരിച്ച് വന്ന വഴിക്ക് അമ്മയുടെ മുറിയിൽ അമ്മ ആരോട് ഫോണിൽ സംസാരിക്കുന്ന ഇങ്ങനെ അവൻ കേൾക്കും. നീ എവിടാ? വേഗം വാ, ഒരു പ്രശ്നമുണ്ട്. അവനെല്ലാം മനസ്സിലാക്കി. നിന്നെ ഇന്നലെ കണ്ടത് നിൻ്റെ കാലിന് കുഴപ്പമില്ലാത്തത് നീ അവൻ്റെ ചേട്ടനല്ല എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അവൻ എന്നോട് പറയുന്നു. ജിൻസിയൊക്കെ അപ്പോൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവും. എന്താ നടക്കുന്നതെന്ന് അവന് മനസ്സിലാവില്ല. ഇത് അമ്മയും അല്ലേ എന്നുള്ളത് അവനിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് ആ അമ്മയ്ക്ക് ഡോറിൻ്റെ അവിടെ ആരോ നിൽക്കുന്നത് പോലെ സംശയം തോന്നിയിട്ട് അവർ പതിയെ വന്ന് വാതിൽ തുറന്നു നോക്കും. പക്ഷെ അതിനു മുമ്പ് ജിൻസ്യൂക്ക് അവിടെ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ ഫോണിലിങ്ങനെ പറയും, ഇല്ല, അവൻ താഴേക്ക് വരാൻ ചാൻസ് ഇല്ല, ഞാൻ നോക്കുമ്പോൾ അവൻ ഉറങ്ങുമായിരുന്നു, ഏതായാലും മുറിയിലൊന്ന് പോയി നോക്കിയേക്കാമെന്ന് പറഞ്ഞ് അവർ മുറിയിലേക്ക് പോകും. അപ്പോൾ ഇത് ജിൻ കേൾക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് വീടിന് പുറത്തിറങ്ങിയിട്ട് മുകളിലത്തെ റൂമിലേക്ക് കയറുവാണ്. മൊത്തം മഴയാണ്. മഴ നനഞ്ഞ് അവനൊരു വിധത്തിൽ ആ മുറിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അമ്മ ജിൻസ്യൂക്കിൻ്റെ മുറിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പം ഒരു ഫോൺ ചെയ്യുന്നുണ്ട്. മിസ്റ്റർ പാർക്ക്, നിങ്ങൾ എന്താണ് താമസിക്കുന്നത്? വേഗം വരൂ, മിസ്റ്റർ ചോയിയും ഇപ്പോൾ വരും എന്നിങ്ങനെ പറയും. അപ്പോൾ അവിടെയുള്ളത് യൂസ്യൂക്കല്ല, മിസ്റ്റർ ചോയിയാണ് എന്ന് പറഞ്ഞിട്ട് ജിന്നിൻ്റെ മുറിയിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോഴേക്കും അവൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ ആകെ നനഞ്ഞിരിക്കുന്ന കണ്ട് അവരൊന്ന് ചിരിച്ചിട്ട് അവിടെ നിന്നങ്ങ് പോവും. അവർ പോയി എന്ന് കരുതി ജിൻ എണീക്കുമ്പോഴേക്കും അവർ തൊട്ടിപ്പുറത്ത് മാറി നിൽപ്പുണ്ട്. അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഓ, നീ ഇപ്പോൾ എണീറ്റതേ ഉള്ളോ? നീ ആകെ വിയർത്തിരിക്കുകയാണല്ലോ എന്നിങ്ങനെ അമ്മ പറയും. ജിന്നൊന്ന് ചിരിക്കും. അപ്പോൾ അവർ മുറിയിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവും. വീണ്ടും കോൾ ചെയ്യും, നീ വേഗം വാ, എൻ്റെ അഭിനയം അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിങ്ങനെ പറയും. പെട്ടെന്ന് അവരൊരു സൗണ്ട് കേൾക്കും. നോക്കുമ്പം ജിൻ ജനലിൽ കൂടി പുറത്തേക്ക് ചാടിയതാണ്. അവൻ പുറത്തേക്ക് ഓടുകയാണ്. ഓടി ചെല്ലുമ്പോഴേക്കും മുന്നിൽ ഒരു കാറിൽ നിന്ന് അച്ഛൻ ഇറങ്ങുന്നത് കാണും. നീ എവിടെ പോവാന്നിങ്ങനെ അയാൾ ചോദിക്കും. അപ്പം ജിൻസ്യൂക്ക് പറയും, അച്ഛ, ഞാനൊരു ഫ്രണ്ടിനെ കാണാനായിട്ട് പോവാണെന്നിങ്ങനെ പറയും. ഏത് ഫ്രണ്ടാന്ന് ചോദിച്ച് ആ സ്ത്രീ അപ്പം പുറകിൽ വന്ന് നിൽക്കും. അപ്പോഴേക്കും വേറെ ഒരാളും ജിന്നിൻ്റെ പുറകിൽ വന്ന് നിൽക്കും. അപ്പം ജിൻ അച്ഛനെ തള്ളി മാറ്റിയിട്ട് ഓടും. അവനെ പിടിച്ചുകൊണ്ട് വന്ന് ആ സ്ത്രീ പറയുമ്പോഴേക്കും ഒരുത്തൻ ജിന്നിനെ പിടിക്കാനായിട്ട് പുറകെ ഓടുന്നുണ്ട്. പക്ഷേ ഓടി ചെല്ലുന്നത് ഒരു പോലീസ് വണ്ടിക്ക് മുൻപിലോട്ടാണ്. അപ്പം എന്നെ സഹായിക്കണം എന്നിങ്ങനെ അവൻ പറയും. അപ്പം പോലീസുകാർ അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവനിങ്ങനെ നടന്നതൊക്കെ ഇങ്ങനെ അവരോട് പറയാണ്. അപ്പം പോലീസുകാരിങ്ങനെ ചോദിക്കും, അപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയാണെന്ന് കരുതിയിട്ട് ഇത് വിശ്വസിച്ചു, പക്ഷെ അവർ നിങ്ങളെ
തട്ടിക്കൊണ്ട് വന്നതാണ്, അല്ലെ അവർ നിങ്ങളെ കടത്തി വെച്ചിരിക്കുകയാണ്, അവർ നിങ്ങളുടെ ആരും അല്ല എന്നാണ് നിങ്ങൾ പറയുന്നതല്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പം പോലീസുകാർ ചോദിക്കും, നീ എങ്ങനെ അവരെ വിശ്വസിച്ചു എന്നിങ്ങനെ പോയി. അപ്പം അവൻ പറയും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താ പറയേണ്ടതെന്നും എനിക്കറിയില്ല എന്നിങ്ങനെ പറയും. അപ്പം പോലീസുകാർ അവൻ്റെ ഡീറ്റെയിൽസൊക്കെ സിസ്റ്റത്തിൽ തപ്പി ഇങ്ങനെ എടുക്കുകയാണ്. അപ്പം എടുക്കുമ്പം പോലീസുകാർ ചോദിക്കും, ഓക്കെ അപ്പോൾ നിനക്ക് 41 വയസ്സായി അല്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പം ജിൻ ഞെട്ടും, ഇല്ല എനിക്ക് 21 വയസ്സായതേ ഉള്ളൂ എന്നിങ്ങനെ പറയും. അപ്പം പോലീസുകാർ ചിരിക്കും, അതെങ്ങനെയാടോ, ഇത് 2017 വർഷം എന്നിങ്ങനെ പറയും. അപ്പം ജിന്നൊന്നും മനസ്സിലാവുന്നില്ല, അവനിങ്ങനെ ഞെട്ടും. അവൻ അവിടെ ഇരിക്കുന്ന കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുകയാണ്. കണ്ണാടിയിൽ നോക്കുമ്പോഴേക്കാണ് ഇതുവരെ കണ്ട ജിന്നിൻ്റെ മുഖമേ അല്ല കണ്ണാടിയിൽ കാണുന്നത്, വളരെ പ്രായമുള്ള ഒരാളുടെ മുഖമാണ്. ഒന്നും മനസ്സിലാവാതെ ജിൻ പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങി വീണ്ടും ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തുമ്പം ആ അടച്ചിട്ടിരുന്ന മുറിയിൽ നിന്ന് ഒരു പാട്ട് കേൾക്കും. അവൻ അവിടേക്ക് ചെല്ലുമ്പം അവിടെ ഒരു പ്രതിമ ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കാണും. എന്താ ഇവിടെ സംഭവിച്ചതെന്നിങ്ങനെ അവന് സ്വയം ഇങ്ങനെ ചോദിക്കുകയാണ്. ഞങ്ങളുടെ പ്ലാൻ വീണ്ടും പാളിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് യൂസ്യൂക്കായിട്ടും അച്ഛനായിട്ടും അമ്മയായിട്ടും ഒക്കെ അഭിനയിച്ചവർ അവിടേക്ക് വരും. അപ്പം ജിൻ ചോദിക്കും, നിങ്ങളൊക്കെ ആരാണെന്ന് ചോദിക്കും. അതുമാത്രം നിനക്ക് അറിഞ്ഞാൽ മതിയോ എന്ന് യൂസ്യൂക്ക്, അതായത് മിസ്റ്റർ ചോയി ഇങ്ങനെ ചോദിക്കും. നീയൊക്കെ എന്നെ എന്താ ചെയ്തതെന്ന് ജിൻ ചോദിക്കും. അപ്പോൾ യു പറയും, 20 വർഷങ്ങൾക്ക് മുൻപ് 1997 ഇവിടെ ഈ മുറിയിൽ ഒരു ഫാമിലി കൊല ചെയ്യപ്പെട്ടു, ഒരമ്മയും മോളും. അത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഇൻസിഡൻ്റാണ്. അതായത് ഒരമ്മയും മോളും ആണ് ആ വീട്ടിൽ ആ മുറിയിൽ കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ ഒന്നും മോഷ്ടിക്കപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ ആ കേസ് തെളിയിക്കാനായിട്ട് പോലീസിന് വലിയ ഉത്സാഹമൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീം വരെ വന്നു. പക്ഷേ ആർക്കും ആ കില്ലർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. വർഷങ്ങൾ കഴിഞ്ഞു, ഡിറ്റക്റ്റീവുമാർ മാറി മാറി വന്നു. പക്ഷേ ആളുകളൊക്കെ അത് മറന്നു തുടങ്ങി. പക്ഷെ ആ കുടുംബത്തിലെ ആൾക്കാർക്ക് മാത്രം അത് മറക്കാൻ പറ്റില്ലല്ലോ. അവർ വീണ്ടും കേസ് കൊടുത്തുകൊണ്ടിരിക്കും, വീണ്ടും കേസ് എങ്ങും ആകാതെ പോവും. അങ്ങനെ 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 വർഷങ്ങൾ പോയി കഴിയുമ്പോഴേക്കും ആ കേസ് അത് ഞങ്ങളുടെ കയ്യിൽ വന്നു. ഞങ്ങൾ കഷ്ടപ്പെട്ട് ആ കൊലയാളിയെ കണ്ടുപിടിച്ചു. ആ കൊലയാളി മറ്റാരുമല്ല, അത് ജിൻസ്യൂക്കാണ്. പക്ഷെ എന്തിനാണ് ആ കൊലപാതകം ചെയ്തതെന്ന് ജിൻസ്യൂക്കിന് ഓർമ്മയേ ഇല്ലായിരുന്നു. അപ്പം ജിൻസ്യൂക്കിനെ പിടിച്ചു കെട്ടി മിസ്റ്റർ ചോയിയും ഡിറ്റക്റ്റീവ്സുമാണ് ചോദ്യം ചെയ്തത്. അവന് ഓർമ്മയില്ല എന്ന് പറഞ്ഞപ്പം മിസ്റ്റർ ചോയിയാണ് പറയുന്നത് ഇവനെ കൊന്നു കളഞ്ഞേക്കെന്ന്. ഈ ഒരു ഇൻസിഡൻ്റാണ് ഈ ജിൻസ്യൂക്ക് ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ജിൻസ്യൂക്ക് ചോദിക്കും, അപ്പം നിങ്ങളെന്താ പറയുന്നത്, ഞാനാണ് കൊലപാതകം ചെയ്തതെന്നാണോ? ഒരിക്കലുമല്ല, എനിക്കൊന്നും ഓർമ്മയില്ല. പക്ഷേ ഒരിക്കലും എനിക്ക് ഒരാളെ കൊല്ലാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ പറയും. നീ അന്ന് ഇത് പറഞ്ഞപ്പം നീ കാര്യമായിട്ട് പറയുവാണെന്ന് ഞങ്ങളും വിചാരിച്ചത്. ആ അമ്മയുടെയും മകളുടെയും ഫാമിലി നിന്നോട് പക തീർക്കാൻ കാത്തിരുന്നപ്പം നിനക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. നീ ഒറ്റയ്ക്കാണോ ഈ കൊലപാതകം ചെയ്തത്, അതോ വേറെ ആരെങ്കിലും നിന്നെക്കൊണ്ട് ചെയ്യിച്ചതാണോ എന്നൊന്നും നിനക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഇത് തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും ഒരു എക്സ്പേർട്ടിനെ നിയമിച്ചു. അതാണ് മിസ്റ്റർ പാർക്ക്. പുള്ളി ഒരു സൈക്യാട്രിസ്റ്റാണ്. ജിൻസ്യൂക്ക് ഒരു പ്രത്യേക കാലയളവിലുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോയിരിക്കുവാണ്. അത് തിരികെ ഓർമ്മിപ്പിക്കണമെങ്കിൽ ആ കൊലപാതകത്തിന് മുൻപുള്ള അവൻ്റെ ജീവിതം റീക്രിയേറ്റ് ചെയ്യണമെന്ന് മിസ്റ്റർ പാർക്കാണ് പറയുന്നത്. അപ്പോൾ മിസ്റ്റർ പാർക്ക് അവനെ ഹിപ്നോട്ടിസ് ചെയ്ത് അവന് 21 വയസ്സുള്ളപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ജിൻസ്യൂക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, അവർ ഒരു കാറിൽ അവൻ്റെ പുതിയ വീട്ടിലേക്ക് താമസം മാറാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അവനും അച്ഛനും അമ്മയും ചേട്ടനും. അപ്പം നീ കാറിൽ എന്ത് ചെയ്യുവാണെന്ന് മിസ്റ്റർ പാർക്ക് ഇങ്ങനെ ചോദിക്കും. ഞാൻ എൻ്റെ അമ്മയുടെ തോളിൽ തല വെച്ച് കിടന്നുറങ്ങുവാണെന്നിങ്ങനെ പറയും. മിസ്റ്റർ പാർക്ക് പറയും, അത് അവിടെ നിൽക്കട്ടെ, ഇനി ഞാൻ പറയുമ്പം നീ എണീക്കണം എന്നിങ്ങനെ പറയും. മിസ്റ്റർ പാർക്ക് അവനെ ഹിപ്നോട്ടിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മിസ്റ്റർ പാർക്ക് പറഞ്ഞു കഴിഞ്ഞ് ജിൻ എണീക്കുന്നതാണ് മൂവിയുടെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത്. അങ്ങനെ ഇവർ ആ കൊലപാതകം അങ്ങനെ നടന്നു എന്നുള്ള സിറ്റുവേഷൻ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണ്. അങ്ങനെയാണ് അവർ ആ കൊലപാതകം നടന്ന വീട്ടിലേക്ക് എത്തുന്നത്. അപ്പം വീട് കാണുമ്പം ജിൻസ്യൂക്കിന് പരിചയം തോന്നുന്നതും അതുകൊണ്ടാണ്. അപ്പം വീട്ടു സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന ആ ജോലിക്കാരൻ ജിൻസ്യൂക്കിനോട് പ്രായത്തെപ്പറ്റി ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അയാൾ നോക്കുമ്പോൾ ജിൻസ്യൂക്ക് പ്രായമുള്ള ഒരാളാണ് യൂസ്യൂക്കിനെക്കാട്ടിലും. അപ്പോൾ അവിടെ അതാണ് പെട്ടെന്ന് യൂസ്യൂക്ക്, അതായത് മിസ്റ്റർ ചോയി അത് വന്ന് തടഞ്ഞതും അയാളെ പറഞ്ഞു വിട്ടതും. പിന്നെ വൈകിട്ട് ആഹാരം കഴിക്കുമ്പോൾ ജിൻസ്യൂക്ക് മുകളിലത്തെ മുറിയിൽ നിന്ന് സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഈ ഡിറ്റക്റ്റീവ്മാർ അവരുടെ പ്ലാൻ പ്രകാരം അന്ന് കൊലപാതകം നടന്ന മുറിയിൽ അതേപോലെ അറേഞ്ച് ചെയ്യുകയായിരുന്നു കാര്യങ്ങളൊക്കെ. നല്ല മഴയുള്ള ദിവസം വേണം ഇത് ചെയ്യാനായിട്ട്. പണ്ട് കൊലപാതകം നടന്നതും ഒരു മഴയുള്ള ദിവസമായിരുന്നു. അന്നത്തെ ആ കൊലപാതകം അവർ റീക്രിയേറ്റ് ചെയ്തു ആ ഡിറ്റക്റ്റീവ്മാർ.
ആ അടഞ്ഞു കിടക്കുന്ന മുറിയിൽ ആ കൊലപാതകം റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ സൗണ്ടൊക്കെയാണ് ജിൻസിയൊക്കെ ആഹാരം കഴിച്ചുകൊണ്ട് നിന്നപ്പം കേട്ടുകൊണ്ടിരുന്നതും. പിന്നെ ആ സൗണ്ട് കേട്ടിട്ടാണ് അവൻ ആ മുറി തുറക്കാനായിട്ട് ചെല്ലുന്നതും. അപ്പം മിസ്റ്റർ ജോയി അവനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നതും. പുറത്ത് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഡോക്യുമെൻ്റ് വേണമെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ വിളിച്ചത്, അതായത് മിസ്റ്റർ പാർക്ക് വിളിച്ചത് ഈ എല്ലാം റീക്രിയേറ്റ് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി ജിന്നിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറയാനായിട്ടാണ്. പക്ഷേ ആ പോകുന്ന വഴിക്കാണ് യൂസ്യൂക്കിനെ, അതായത് മിസ്റ്റർ ചോയിനെ പോലീസുകാരാണ് വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത്. ജിൻസ്യൂക്ക് കാണുന്നത് കുറച്ച് ആൾക്കാർ യുവിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടല്ലോ, അത് പോലീസുകാരാണ് പിടിച്ചുകൊണ്ട് പോയത്. അവന് 19 ദിവസം അവൻ ജയിലിലായിരുന്നു. മിസ്റ്റർ പാർക്കും എല്ലാവരും കൂടി പൈസ കൊടുത്ത് കേസ് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് മിസ്റ്റർ ചോയിനെ പുറത്തിറക്കുന്നത്. വീണ്ടും അവരുടെ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇങ്ങനെ അവർ നോക്കുകയാണ്. പക്ഷേ മഴ വരുന്നില്ല. മഴയുള്ള ദിവസം ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പം അവർ വീണ്ടും മഴയുള്ള ദിവസത്തിനായിട്ട് കാത്തിരുന്നു. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ തകിടം പറഞ്ഞത്. മിസ്റ്റർ ചോയിയെ പിന്തുടർന്ന് ജിൻസ്യൂക്ക് വരുന്നതും ഈ കാര്യങ്ങളെല്ലാം കാണുന്നതും ഈ സംഭവവികാസങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മിസ്റ്റർ ചോയി ജിൻസ്യൂക്കിനോട് ചോദിക്കും, ഇപ്പം നിനക്ക് മനസ്സിലായോ കാര്യങ്ങളൊക്കെ, അതോ ഞാൻ പറയുന്നതൊക്കെ കള്ളമാണെന്നാണോ നീ കരുതുന്നതെന്ന് ചോദിക്കും. അപ്പം ജിൻസ്യൂക്ക് പറയും, ഒരു കാര്യം ഒഴിച്ച് ബാക്കിയൊക്കെ ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ കൊല ചെയ്തത് ഞാനല്ല എന്നിങ്ങനെ പറയും. അവരിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ ചോയി പറയും, നീ ഒന്നല്ല 2 കൊലപാതകമാണ് ചെയ്തത്, നീയും ആ വേദന അറിഞ്ഞു തന്നെ മരിക്കും എന്നിങ്ങനെ പറയും. ഇല്ല, ഞാൻ മരിക്കില്ല എന്ന് പറഞ്ഞ് ജിൻസ്യൂക്ക് കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ചാടും. ചോയിക്ക് അവനെ പിടിക്കാനായിട്ട് പറ്റില്ല. ജിൻ അവിടെ നിന്ന് ഇങ്ങനെ ഓടി രക്ഷപ്പെടുകയാണ്. മിസ്റ്റർ ചോയി കുറേ നേരം കാറിൽ അവനെ പിന്തുടർന്ന് പോകും. പക്ഷേ അവരുടെ കാറ് ആക്സിഡൻ്റ് ആവും. ജോയിക്കിങ്ങനെ ബോധം പോയി കാറിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ജിൻസ്യൂക്ക് അവരുടെ സൈഡിൽ കൂടെ റോഡിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോഴേക്കും ഒരു വണ്ടി വന്ന് ജിൻസ്യൂക്കിനെയും ഇടിക്കും. അപ്പോൾ അവനിങ്ങനെ റോഡിലേക്ക് തെറിച്ച് വീഴുവാണ്. അപ്പോൾ ഇടിച്ച വണ്ടിയുടെ ഡ്രൈവർ ആംബുലൻസ് വിളിച്ചിട്ട് ജിൻസ്യൂക്കിനെ ആശുപത്രിയിലാക്കും. നീ എവിടെയാണെന്ന് നിനക്കറിയാമോ എന്നിങ്ങനെ ഡോക്ടർ ചോദിക്കുകയാണ് ജിൻസ്യൂക്കിനോട്. ജിൻസ്യൂക്ക് ഇങ്ങനെ പതിയെ കണ്ണടയ്ക്കും. പിന്നെ കാണിക്കുന്നത് ജിൻസ്യൂക്ക് ഒരു പാട്ടൊക്കെ കേട്ട് ഒരു നദിക്കരയിൽ ഇങ്ങനെ നിൽക്കുവാണ്. വർഷം 1997 മെയ് മാസം. അപ്പോൾ അവൻ്റെ ചേട്ടൻ അവനെ ഇങ്ങനെ വിളിക്കും, ജിൻസ്യൂക്ക് ഇങ്ങനെ വിളിക്കും. അപ്പോൾ അവൻ നോക്കുമ്പോഴേക്കും അച്ഛനമ്മ ചേട്ടൻ കാറിൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. ഡാ വേഗം വാ, കാർ ശരിയായെന്നിങ്ങനെ പറയും. ഞാൻ എന്താ വരുന്നു അമ്മ എന്നും പറഞ്ഞ് ജിൻ അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പോൾ അവർ സന്തോഷത്തോടെ കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂസ്യൂക്ക് അച്ഛനോട് അവൻ്റെ കൂട്ടുകാരൻ ജിൻസാൻ്റെ കല്യാണത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ജിൻസ്യൂക്ക് അമ്മയുടെ തോളിൽ ചാഞ്ഞു കിടന്ന് ഉറങ്ങുവാണ്. പെട്ടെന്ന് അവരുടെ വണ്ടി അപകടത്തിൽപ്പെടും. അത് കഴിഞ്ഞ് ഒരു 6 മാസങ്ങൾക്ക് ശേഷമാണ് പിന്നെ കാണിക്കുന്നത്. യൂസ്യൂക്ക് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ജിൻസ്യൂക്ക് ഹോസ്പിറ്റലിൽ ആവശ്യത്തിനുള്ള പണത്തിനായിട്ട് ഇങ്ങനെ നെട്ടോട്ട് ഓടുകയാണ്. അവൻ ഒരുപാടടുത്ത് ജോലിക്ക് അപേക്ഷിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടില്ല. അപ്പോൾ അവനിങ്ങനെ ഒരു പോസ്റ്റ് ഇടും, ഞാൻ 21 വയസ്സുള്ള ഒരു കഠിനാധ്വാനം ചെയ്യുന്ന ഒരു യുവാവാണ്, എൻ്റെ ചേട്ടനിപ്പോൾ ഹോസ്പിറ്റലിലാണ്, ആരെങ്കിലും എനിക്ക് ക്യാഷ് തന്ന് സഹായിച്ചാൽ ഞാൻ അവർക്ക് വേണ്ടി എന്ത് ജോലിയും ചെയ്യാമെന്നിങ്ങനെ പറയും. എന്നിട്ടിങ്ങനെ അവൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ യൂസ്യൂക്കിൻ്റെ ഡോക്ടർ അവൻ്റെ അടുത്ത് വന്നിട്ട് പറയും, എനിക്കറിയാം ഈ അപകടത്തിൽ നിനക്ക് നിൻ്റെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടു, ഇനി ആകെ ബാക്കിയുള്ളത് ചേട്ടനാണ്, അവനാണെങ്കിൽ എണീക്കാൻ വയ്യാതെ കിടക്കുകയാണ്. ഈ അവസരത്തിൽ പറയുന്നത് ശരിയാണോ എന്നറിയില്ല, പക്ഷേ ഇനിയും യൂസ്യൂക്കിൻ്റെ സർജറി നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല, സർജറി ചെയ്താലേ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. എന്ത് ചെയ്യുമെന്നിങ്ങനെ അറിയാതെ ജിൻ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അവനിട്ട പോസ്റ്റിന് ഒരു റിപ്ലൈ മെസ്സേജ് വരും. നീ പറഞ്ഞത് ശരിയാണോ, ക്യാഷ് കിട്ടിയാൽ എന്ത് പറഞ്ഞാലും നീ ചെയ്യുമോ എന്നിങ്ങനെ ചോദിക്കും. എത്ര രൂപയാണ് നിനക്ക് ആവശ്യം എന്നിങ്ങനെ ചോദിക്കും. അപ്പം ജിൻസ്യൂക്ക് തിരിച്ചു ചോദിക്കും, ജോലി എന്താണെന്നൊന്ന് പറയാമോ എന്ന്. അപ്പം ആ ആൾ പറയും, ഒരാളെ കൊന്നാൽ നീ ആവശ്യപ്പെടുന്ന കാശ് നിനക്ക് കിട്ടും, നിനക്ക് ആലോചിക്കാൻ ഞാൻ കുറച്ച് ടൈം തരാം, നാളെ ഉച്ച വരെ. നീ ഈ ഓഫർ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ഫോൺ നമ്പർ എനിക്ക് മെസ്സേജ് ചെയ്യുമെന്നിങ്ങനെ പറയും. ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഈ ഓഫർ കാണില്ല എന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോകും. അപ്പോൾ അവൻ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് അവൻ്റെ ഫോൺ നമ്പർ അയാൾക്ക് സെൻഡ് ചെയ്യും. ഉടനെ തന്നെ അവൻ്റെ കോൾ വരും. ഞാൻ ഈ പറയുന്ന അഡ്രസ്സ് എഴുതിയെടുക്കുന്നിങ്ങനെ അയാൾ പറയും. അവൻ ആ വീട്ടിലേക്ക് ചെല്ലും. അപ്പോൾ ആ വീട് കൊലപാതകം നടന്ന വീടാണ്. അവൻ ആ വീട്ടിലേക്ക് ചെല്ലും. വാതിൽ തുറക്കാനുള്ള താക്കോലൊക്കെ അവന് കിട്ടും. അയാൾ പറഞ്ഞത് അവൻ ഓർക്കും. ആ വീട്ടിൽ 3 പേരാണുള്ളത്, ഒരു സ്ത്രീയും 2 കുഞ്ഞുങ്ങളും. സ്ത്രീയെ കൊല്ലണം, കുട്ടികളെ തൊട്ടുപോകരുതെന്നിങ്ങനെ പറയും. പ്രത്യേകം ഓർത്തോണം, കുട്ടികൾക്കൊന്നും സംഭവിക്കരുതെന്ന് പറയും. ജിൻ വീടിന് അകത്തേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. ഒരു മുറി തുറന്നിങ്ങനെ നോക്കുമ്പോൾ അതിൽ അമ്മയും കുഞ്ഞും ഉറങ്ങിക്കിടക്കുന്ന കാണും. അവരെ കൊല്ലാൻ വന്നത് ഓർക്കുമ്പോഴത്തേക്ക് തന്നെ അവന് വിഷമാവും. അവൻ തിരികെ പോകാനായിട്ട് ഒരുങ്ങുമ്പോഴേക്കും ആ സ്ത്രീ എണീറ്റ് വന്നിട്ട്, ഹണി നിങ്ങൾ വന്നോ എന്ന് ചോദിക്കും. എന്നാൽ കത്തിയുമായി നിൽക്കുന്ന ജിൻസ്യൂക്കിനെ കാണുമ്പം അവർ അലറിക്കരയാൻ തുടങ്ങും. അവൻ പറയും, ഒച്ച വയ്ക്കല്ലേ, ഞാൻ പൊയ്ക്കോളാം, എനിക്കൊരു അബദ്ധം പറ്റിയതാണമ്മ,
എന്ന് പറഞ്ഞ് അവൻ പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും മുകളിലത്തെ മുറിയിൽ നിന്നും അവരുടെ മൂത്ത മകൾ ഇറങ്ങി വരും. അച്ഛൻ വന്നോ അമ്മ എന്നിങ്ങനെ ചോദിക്കും. എന്നാൽ കത്തിയുമായി നിൽക്കുന്ന ജിൻസ്യൂക്കിനെ കാണുമ്പോൾ അവളും അലറാൻ തുടങ്ങും. അപ്പം ജിൻ പറയും, ഒച്ച വെക്കില്ലേ, ഞാൻ പൊയ്ക്കോളാം എന്ന് പറയും. പക്ഷേ ആ കുട്ടി അലറിക്കരഞ്ഞുകൊണ്ട് അവളുടെ മുകളിലത്തെ മുറിയിലേക്ക് ഓടും. ജിൻസ്യൂക്ക് പുറകെയും ഓടും. അപ്പം അമ്മ ജിൻസ്യൂക്കിനെ പിടിക്കുന്നുണ്ട്. ജിൻ അവരെ തള്ളി മാറ്റി ഓടുകയാണ്. അവർ സ്റ്റെപ്പിൽ നിന്ന് തലയിടിച്ച് താഴെ വീഴും. ജിൻസ്യൂക്ക് ആ പെൺകുട്ടിയുടെ പുറകെ ഓടിച്ചെന്ന് അവൾ വാതിലടയ്ക്കുന്നതിന് മുൻപ് മുറിയിൽ കയറി അവളെയും കൊണ്ട് താഴെ വീഴും. പക്ഷേ അബദ്ധത്തിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കത്തി അവളുടെ വയറിൽ കുത്തിക്കൊള്ളും. അവൻ പറയും, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഒച്ച വെക്കില്ലേ എന്ന്, എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞിങ്ങനെ കരയാണ്. അപ്പോഴേക്കാണ് ഇത് കണ്ടുകൊണ്ട് അമ്മ വന്നിട്ട് മോളിൽ നിന്ന് വിളിച്ച് കരയുന്നത്. ജിൻ പറയും, ഒച്ച വെക്കില്ലേ എന്ന് പറയും. പക്ഷേ അവരും കേൾക്കില്ല. അപ്പം ജിൻ അവരെയും കുത്തും. അപ്പോൾ എന്നിട്ട് അവനെ വിഷമത്തോടെ അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും അവരുടെ കുഞ്ഞുമോൻ അവനെ കാണും. നിങ്ങൾ ആരാണ്, എൻ്റെ അമ്മ എവിടെ പോയി എന്നിങ്ങനെ ആ കുഞ്ഞ് ചോദിക്കും. അപ്പം ജിൻ അവനോട് പറയും, ഞാൻ പറയുന്ന പോലെ നീ ചെയ്താൽ നിൻ്റെ അമ്മയും ചേച്ചിയും ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് പറയും. നീ കട്ടിലിൽ പോയി പുതപ്പ് പുതച്ചിരുന്ന് 1 മുതൽ 100 വരെ 10 തവണ എണ്ണണം എന്നിങ്ങനെ പറയും. അപ്പോൾ കുഞ്ഞ് ശരിയെന്ന് പറഞ്ഞ് പോകും. അപ്പം ജിൻ അവിടെ നിന്ന് പുറത്തോട്ട് പോകുമ്പോഴാണ് അവിടെ തൂക്കിയിട്ടുള്ള ഫോട്ടോ കാണുന്നത്. അത് യൂസ്യൂക്കിൻ്റെ ഡോക്ടറുടെ കുടുംബമാണ്. ഡോക്ടർ തന്നെയാണ് ജിന്നിനോട് ഫോൺ വിളിച്ച് ഭാര്യയെ കൊല്ലാൻ പറഞ്ഞ് പണം കൊടുക്കുന്നത്. ജിൻ അവിടെ നിന്ന് ഇറങ്ങി ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ്. ഈ സമയം ഡോക്ടറിന് മോൻ്റെ കോൾ വരും. അപ്പം ഞാൻ ഇവിടെ ഒരു മനുഷ്യൻ വന്നു, ആ മനുഷ്യൻ പറഞ്ഞപ്പം 1 മുതൽ 100 വരെ 10 തവണ ഞാൻ എന്നിട്ട് വന്ന് നോക്കുമ്പം അമ്മയും ചേച്ചിയും ചോരയിൽ കുളിച്ച് താഴെ കിടക്കുകയാണെന്ന് ഇങ്ങനെ പറയും. ഡോക്ടർ ഞെട്ടും. ചാൻവിക്ക് എന്ത് പറ്റിയെന്നിങ്ങനെ ചോദിക്കും. ചേച്ചിക്ക് ശ്വാസമില്ല അച്ഛാന്നിങ്ങനെ പറയും. മോൻ പേടിക്കണ്ട, അച്ഛൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഡോക്ടർ ഇങ്ങനെ പോകാൻ തെളിയുമ്പോഴേക്കും ജിൻസ്യൂക്ക് അവിടെ നിൽപ്പുണ്ട്. നിങ്ങൾ എന്തിനാണ് ഡോക്ടർ നിങ്ങളുടെ ഫാമിലിയോട് ഇത് ചെയ്യാൻ പറഞ്ഞത് ഇങ്ങനെ പറയും. ഡോക്ടർ പറയും, എൻ്റെ ഭാര്യയെ ഇല്ലാതാക്കിയാൽ ഇൻഷുറൻസ് തുക കിട്ടും. ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി അത് ചെയ്തത്, പക്ഷെ നീ അതെല്ലാം നശിപ്പിച്ചു. എൻ്റെ മോള് മരിച്ചു, നിൻ്റെ ചേട്ടനും ഇനിയും മരിക്കും എന്നിങ്ങനെ പറയും. നീയും പോയി മരിക്കുകയെന്ന് പറഞ്ഞ് ജിന്നിനെ കൊല്ലാൻ നോക്കും. പക്ഷേ ജിൻ ഡോക്ടറെ പിടിച്ച് തള്ളുമ്പോൾ അയാൾ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് വീഴും. ഇതാണ് സംഭവിച്ചത്. ജിന്നിങ്ങനെ പതിയെ കണ്ണ് തുറക്കുമ്പോഴേക്കും അവൻ ഹോസ്പിറ്റൽ ബെഡിലാണ്. മിസ്റ്റർ ചോയി അവൻ്റെ അടുത്തിരിപ്പുണ്ട്. നീ ഒരുപാട് സഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിൻ്റെ വേദനകളെല്ലാം ഞാൻ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാമെന്ന് പറഞ്ഞ് ജിൻസ്യൂക്കിന് ഒരു മരുന്ന് കുത്തിവെക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്. ജിൻ പറയും, ആ ഫാമിലിയോട് ഞാൻ മനസ്സറിഞ്ഞ് ക്ഷമ ചോദിച്ചു എന്ന് നീ പറയണം എന്ന് പറയും. അപ്പോൾ മിസ്റ്റർ ചോയി ചോദിക്കും, ഓ നിനക്കെല്ലാം ഓർമ്മ കിട്ടിയല്ലേ, പറ എന്തിനാണ് നീ അത് ചെയ്തത്, ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചോദിക്കും. അപ്പം ജിൻ ഇങ്ങനെ കരയും. അപ്പം ചോയി ചോദിക്കും, അവരുടെ ഭർത്താവ് പറഞ്ഞിട്ടാണോ നീ അത് ചെയ്തത്? എനിക്കൊരു വിവരം കിട്ടിയിരുന്നു, അയാൾ ഈ ഇൻസിഡൻറ്റ് നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന്. സത്യം പറ, ആ ഫാമിലിക്ക് അറിയണം എന്ത് സംഭവിച്ചു എന്ന്. 1 മുതൽ 100 വരെ എണ്ണിയാൽ എൻ്റെ അമ്മയെയും ചേച്ചിയും കൊണ്ടുവരാമെന്ന് നീ പറഞ്ഞിട്ട് എവിടെ എൻ്റെ അമ്മയും ചേച്ചിയും? നിനക്കറിയുമോ ആ ദിവസം കഴിഞ്ഞ് എൻ്റെ ജീവിതം എങ്ങനെ മാറിയെന്ന്? എൻ്റെ ബന്ധുക്കളെല്ലാം കിട്ടിയ ഇൻഷുറൻസ് തുക എടുത്തിട്ട് എന്നെ ഒരു അനാഥാലയത്തിലാക്കി എൻ്റെ ഫാമിലിയെ കൊന്ന് നിന്നെ കണ്ടുപിടിക്കുക എന്നതായിരുന്നു എൻ്റെ ഒരേ ഒരു ലക്ഷ്യം. നീ എന്തുകൊണ്ട് എന്നെയും അന്ന് കൊല്ലാതെ വിട്ടത്? ദുഷ്ട, നിനക്ക് എന്നെയും കൂടി അന്ന് കൊല്ലായിരുന്നില്ലേ എന്ന് ചോദിച്ച് ജിന്നിനെ കഴുത്തിൽ പിടിച്ചിങ്ങനെ പൊക്കാണ്. ജിന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് അവനോട് ക്ഷമ ചോദിക്കും. ചോദിക്കും, എൻ്റെ അച്ഛനാണോ നിന്നെക്കൊണ്ട് ഇത് ചെയ്യിച്ചേ എന്ന് പറയും. അപ്പം ജിൻ പറയും, അല്ല ഞാൻ തനിയെ ചെയ്തതാണെന്ന് പറയും. അപ്പം ജോയി പറയും, ഞാനിത് വിശ്വസിക്കണമല്ലേ എന്ന് പറഞ്ഞൊന്ന് ചിരിക്കും. എനിക്കെല്ലാം അറിയാം, നിനക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവൻ പോവും. ജോയി പൊട്ടി കരയുന്നുണ്ട്. ജോയി നേരെ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ അതുവഴി ഓപ്പോസിറ്റ് വന്നൊരു നേഴ്സ് പറയും, സാർ അവിടെ വേറെ വഴിയില്ല, നിങ്ങൾ ലിഫ്റ്റ് കയറി പോകണമെന്ന് പറയും. ജോയി വീണ്ടും നേരെ നടന്ന് ആ ഹോസ്പിറ്റലിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ വിൻഡോയിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടും. നേഴ്സ് വന്ന് നോക്കുമ്പോഴേക്കും ജോയി താഴെ തലയിടിച്ച് വീണ് കിടക്കുകയാണ് ചോരയിൽ കുളിച്ച്. അപ്പോൾ ഈ സമയം ജിൻസ്യൂക്ക് ജോയി അവിടെ വെച്ചിട്ട് പോയ ആ സിറിഞ്ചെടുത്ത് കുത്തി അവനും ആത്മഹത്യ ചെയ്യും. ജിൻസ്യൂക്ക് പതിയെ ഇങ്ങനെ കണ്ണടയ്ക്കുമ്പോഴത്തേക്കാണ് ഇങ്ങനെ കാണിക്കുന്നത്. ജിൻസ്യൂക്ക് അന്ന് ആ പുഴക്കരയിൽ നിന്ന് പാട്ട് കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് യൂസ്യൂക്ക് കാർ ശരിയായെന്ന് പറഞ്ഞ് വിളിക്കുമല്ലോ. അപ്പോൾ അവൻ പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഈ കുഞ്ഞ് മിസ്റ്റർ ചോയി ജിന്നിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ജിൻ അവനോട് എത്ര വയസ്സായി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ 5 വയസ്സായി എന്ന് പറയും. അപ്പം കുഞ്ഞ് ചോയി അവൻ കഴിച്ചുകൊണ്ടിരുന്ന ആ മുട്ടായി ജിൻസ്യൂക്കിന് നേരെ നീട്ടും. അപ്പം ജിൻസ്യൂക്ക് ചിരിച്ചുകൊണ്ട് പറയും, എനിക്ക് വേണ്ട, അത് മുഴുവൻ നീ കഴിച്ചോ എന്നിങ്ങനെ പറയും. പെട്ടെന്ന് ചോയിയുടെ അമ്മ അവനെ വിളിക്കുമ്പോഴത്തേക്കും ചോയി ഓടിപ്പോയി അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോവും. അപ്പം ജിൻ നോക്കുമ്പോൾ അച്ഛനും അമ്മയും ചേച്ചി ഇവനും 4 പേര്, അതാ ആ ഡോക്ടറുടെ കുടുംബത്തെയാണ് അവനവിടെ കാണുന്നത്. ജോയിക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് ജിന്നും ഫാമിലിയും കൂടി ആ കാറിൽ പോകുന്നത്.